പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് ഇറാനും അമേരിക്കയും ചർച്ച നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ പേർഷ്യൻ കടലിൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെ USS ജോർജിയ എന്നറിയപ്പെടുന്ന സബ്മറൈൻ മുങ്ങിക്കപ്പലാണ്. ഇത് ഇപ്പോൾ പേർഷ്യൻ കടലിലേക്ക് നീങ്ങിയ വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സബ്മറൈൻ 154 ടോമഹാക്ക് മിസൈലുകളാണ് ഈ ഒരു സബ്മറൈനിൽ അടങ്ങിയിരിക്കുന്നത്. ടോമഹാക്ക് മിസൈൽ കൊണ്ടായിരിക്കും ഏതൊരു ആക്രമണവും അമേരിക്ക ആരംഭിക്കുക. ഇതിലൂടെ ഇറാന്റെ കമാൻഡ് സെന്റർ തകർക്കാനാണ് ഒരുപക്ഷെ അമേരിക്ക ശ്രമിക്കുന്നത്. അതായത് ടോമഹാക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ആദ്യം തകർക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ കമാൻഡ് സെന്റർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സെൻസിറ്റീവായ കേന്ദ്രങ്ങളെ ആയിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ നീക്കമാണ് ഇപ്പോൾ അമേരിക്ക ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അമേരിക്ക ഒരു ഭാഗത്ത് ചർച്ചകളെല്ലാം നടത്തുന്നത് അവരുടെ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ശരിപ്പെടുത്താൻ വേണ്ടിയാണ്, അതിന് സമയം ആവശ്യമാണ്, അതിനു വേണ്ടിയാണ് ഈ ചർച്ചയുടെ പുകമറകൾ അമേരിക്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്നാൽ ഇത് തന്നെയാണ് വസ്തുത എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമേരിക്കയുടെ ചില നീക്കങ്ങൾ. ഇപ്പോൾ പേർഷ്യൻ കടലിലേക്ക് ഈ ജോർജിയ എന്ന് അറിയപ്പെടുന്ന അമേരിക്കയുടെ സബ്മറൈൻ എത്തിയിരിക്കുകയാണ്. ഇത് അടുത്തെത്തിയ ഒരു ആക്രമണത്തിന്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത്. എന്തായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം സബ്മറൈനുകളെ ആക്രമിക്കാനുള്ള വ്യത്യസ്ത തരം മിസൈലുകളും അതുപോലെ ടോർപിഡോകളും ഇറാന്റെ കയ്യിലുണ്ട്. ഇതിനെ ഇറാൻ വളരെ ക്രിയാത്മകമായി തന്നെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ മുങ്ങിക്കപ്പലിനെ, ഈ സബ്മറൈനെ കണ്ടെത്താൻ ഇറാന്റെ കയ്യിൽ സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല, ഈ റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ കണ്ടെത്താനും അതുപോലെ തകർക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഈ ടോമഹാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ ആക്രമണങ്ങൾ, കാരണം ഇറാൻ പ്രധാനമായും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പല മേഖലകളുണ്ട്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ സദാസമയം നിരീക്ഷിക്കുന്നു. ഏത് നീക്കങ്ങൾ, വ്യത്യസ്തമായ ഏത് നീക്കങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിനുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ മുൻകൂർ ആക്രമണം നടത്താൻ ഇറാൻ സജ്ജമായിരിക്കുകയാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ സബ്മറൈനുകളിൽ നിന്ന് പെട്ടെന്നുള്ളൊരു ആക്രമണം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് തുടർ ആക്രമണങ്ങൾ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നെല്ലാം ഉണ്ടാവുക, ഇത്തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും അമേരിക്ക നടത്താൻ പോകുന്നത്. എന്നാൽ ഇതെല്ലാം ഇറാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഇവിടെ ഒരു യുദ്ധത്തിൽ നിന്ന് മാറി സമാധാനത്തിലേക്ക് നീങ്ങുന്ന അമേരിക്കയല്ല നമ്മൾ കാണുന്നത്. യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുകയാണ്. ചർച്ചകളും മറ്റു ഡിപ്ലോമാറ്റിക് നീക്കങ്ങളും എല്ലാം നടത്തുന്നത് യുദ്ധത്തിന്റെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് അമേരിക്കയുടെ യുദ്ധക്കൊതികൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ.